നമസ്കാരം പ്രശാന്ത് സർ. കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർക്ക് യൂത്ത് കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്താണ് സർ കൂടുതൽ വിശദാംശങ്ങൾ? അതിലെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്നല്ല കിട്ടിയത്. അവർക്ക് ഒരുപക്ഷെ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. അവർ പിടിച്ചു നിർത്തി കൊടുക്കും. പോലീസാണ് പറ്റിയത്. പിടിച്ചു നിർത്തി കൊടുത്തു. പോലീസാണ് അടിച്ചതെന്ന് അറിയാൻ സാധിക്കുന്നത്. അത് വൃത്തിയായിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. തൊടയൊക്കെ പൊട്ടിയെന്നാ പറഞ്ഞത്. ഈ കാളയുടെ നമ്മൾ ഈ പണ്ടത്തെ നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഈ നമ്മുടെ ഈ വണ്ടിക്കാള വലിക്കുന്ന കാളന്മാരുടെ പുറയിലെ ഈ കമ്പി വഴിപ്പിച്ച് കാച്ചും. രണ്ട് വര ഇങ്ങനെ വെച്ചേക്കുന്നത്. അതുപോലെ പാടുകളുണ്ടെന്നാ ചന്തി വാര്യറിന്. അത്രയ്ക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടിയെന്നാ അറിവ്. പാക്കനും പൂക്കറും അടിച്ചു കഴിഞ്ഞു. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു പരിപാടി അവിടെ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാര് തന്നെ നമ്മൾ പറയുന്നത്, അവർക്ക് വെളിയിൽ പറയാനൊക്കെ ഇയാൾ ഇതിനകത്തോട്ട് വന്നിട്ട് ഇയാളിപ്പോ അങ്ങ് വ്യക്താവെന്നുള്ള രീതിയിൽ അങ്ങ് കളിക്കുക. ഇയാൾ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, മൈക്കിന്റെ മുമ്പിൽ മാത്രം വന്ന് നിൽക്കുന്നു, ഷൈൻ ചെയ്യുന്നു, കൈ നീട്ടുന്നു, കൈ കാണിക്കുന്നു. അപ്പൊ ഈ ഈ മുസ്ലിം മതത്തെയും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒക്കെ ഇവനെ കൊണ്ടുവരുന്ന RSSനെതിരെ സംസാരിക്കുന്നതിന് വേണ്ടി ഇയാളെ ഈ സന്ദീപ് വാര്യനെ ഉപയോഗിക്കുന്നു. അല്ലെ കോൺഗ്രസിനും ഈ പറയുന്ന രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പാലക്കാട് ആ സമയത്ത് ആവശ്യമുണ്ടായിരുന്നു. അതിനുശേഷം കോൺഗ്രസിനകത്ത് സ്ഥിരമായിട്ട് സമരത്തിനകത്ത് പങ്കെടുക്കുന്ന നേതാക്കന്മാരും അല്ലെങ്കിൽ ഇതിനുവേണ്ടി കൊച്ചുനാൾ തൊട്ടേ പണിയെടുക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതൊരു അമർഷം. കാരണം അവരുടെ പ്ലേസ് അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് ഇയാളങ്ങ് ഷൈൻ ചെയ്യും. കാരണം ഇയാളുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, അതൊരു ഗോസിപ്പുള്ള വാർത്തയാക്കാമെന്നുണ്ട്. മാധ്യമങ്ങൾ ഇയാളെ കാണുമ്പോഴത്തെ മൈക്കുമായിട്ട് ചെല്ലും. അപ്പൊ ഇയാൾ മാധ്യമങ്ങൾ ഈ RSSനെ ഇയാൾ തന്തയ്ക്ക് വിളിക്കും. പിന്നെ RSS കണ്ടുപിടിച്ചുകാർ ഇയാൾ പറയും ഇയാളുടെ അമ്മയാണെങ്കിൽ RSS ഉണ്ടാക്കിയവരുടെ കൂട്ടത്തിലുള്ള ആള്, അല്ലെ കുടുംബം അങ്ങനത്തുള്ള ആൾക്കാരാണ്, അവിടുന്ന് ഭൂമി മാറ്റി വെച്ച കഥയൊക്കെ പല കഥകളാണെന്നല്ലോ പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ വേറെ ചില കഥകൾ നമ്മൾ കേട്ടല്ലോ. ഈ IML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പുതിയ ഡെഫിനേഷൻ ഒക്കെ കണ്ടുപിടിച്ച് അദ്ദേഹം കൊണ്ടുവന്നതൊക്കെ ഈ ഇന്റഗ്രിറ്റി, യൂണിറ്റി, പിന്നെ മ്യൂച്വൽ ലവ് ഒക്കെ പുള്ളി അങ്ങനെ പല രീതിയിലും പുള്ളി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഇയാള് ഈ പറയുന്നത് പോലെ ഈ പാർട്ടിക്കകത്ത് പാരമ്പര്യമായിട്ട് നിൽക്കുന്നവനും പാർട്ടിക്കകത്ത് കേസുകെട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ സമരങ്ങൾ ഏറ്റെടുത്ത് വളരെ കേസുകൾ കൊണ്ട് പിടയുന്നവനും ഇതുപോലെ തന്നെ പുതിയ സമരങ്ങൾ വരുമ്പോൾ ആ സമരത്തിന്റെ സമരം ഈ തുടങ്ങുന്ന സമയത്ത് വലിയ വലിയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ പുള്ളിയും വന്നു നിന്ന് അതിന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അടി അങ്ങോട്ട് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ജലവീരങ്കയുടെ വിഷയം വരുമ്പോൾ സമരം പ്രക്ഷുബ്ധമാകുമ്പോഴോ പുള്ളി കൃത്യമായിട്ട് അങ്ങ് വലിയുക. അപ്പൊ ഇത് വളരെ കൂടുതൽ കാലങ്ങളായിട്ട് നടക്കുകയാണ്. സമരത്തിനകത്ത് അടി കൊള്ളാൻ ഒരു വിഭാഗം, ഷൈൻ ചെയ്യാൻ സന്ദീപ് വാര്യർ. അപ്പൊ ഇത് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ ഇയാളോട് ഇപ്പൊ അതൃപ്തിയാണ്. വെളിയിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഹെഡ്ഗെ അവാർഡിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമരത്തിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പങ്കെടുത്തു. അവസാനം അവരെ സമരം അത് വഷളാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരേറ്റെടുക്കുന്ന സമരം അങ്ങനെയാണല്ലോ, ജനശ്രദ്ധ കിട്ടുന്നതിനും അല്ലെങ്കിൽ സമരം വിജയിപ്പിക്കുന്നതിനും വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആ സമരം ചുമ്മാതെ നിന്നാൽ പോലും പോലീസിനെ കല്ലെറിയുക അല്ലെങ്കിൽ വയലൻസ് ആക്കുക, പത്രങ്ങളിൽ വരിക, അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് 2 അടി മേടിക്കുക. പോലീസിന്റെ കയ്യിൽ നിന്ന് 2 അടി മേടിച്ചതിന്റെ കേസുകളുടെ എണ്ണം ഒക്കെ പറഞ്ഞ് നാളെ കാലത്തെ പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നേണ്ടി വന്നാൽ നിയമസഭയിലും ഒക്കെ മത്സരിക്കുന്നതിന് വേണ്ടി മുതക്കൂട്ടാക്കുന്ന മാനസികാവസ്ഥയുള്ള നേതാക്കന്മാരെ ഇതൊക്കെ നയിക്കുന്നത്. അത് എല്ലാ പാർട്ടിക്കകത്തുള്ളൂ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് അവർ തീരുമാനിച്ചു, എടാ ഇനിയും ഷൈൻ ചെയ്ത് പോകുന്നവന് ഇതിന്റെ ഗുണം കൂടെ ഒന്ന് അനുഭവിക്കണം. നമ്മൾ അനുഭവിക്കുകയാണല്ലോ ഇതിന്റെ പ്രത്യേകം. ഈ ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതുമായിട്ട്, സ്കൂളിന് പേരിടുന്നതുമായിട്ട് മുനിസിപ്പാലിറ്റി, BJP മുനിസിപ്പാലിറ്റി പറയുകയും അതിനെതിരെ യൂത്ത് കോൺഗ്രസും DYFയും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ട് സമരം നടത്തുന്നുണ്ട്. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് പുള്ളി അവിടെ ഈ RSS തന്തയ്ക്ക് പറഞ്ഞതൊന്നും പാലക്കാട്ടില്ല എന്ന് എനിക്കറിയാം. RSSന്റെ കാര്യത്തിൽ RSS ഇങ്ങനെ ഹെഡ്ഗേവാറിന്റെ പേര് ഇന്ത്യയിൽ എങ്ങും ഇട്ടിട്ടില്ല, നരേന്ദ്രമോദി 11 കൊല്ലമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരണ്ടൊക്കെ പറയാ, നിനക്ക് ഗൂഗിൾ നോക്കാൻ പോലും അറിയത്തില്ല. ആരണ്ട് പറഞ്ഞതാ, ഞാൻ കമന്റ് വന്നേടാ നിനക്ക് ഗൂഗിൾ നോക്കാൻ പോലും അറിയത്തില്ല, നീ വേറെ ചോദിച്ചാൽ ചുമ്മാതെ ഹെഡ്ഗേവാർ എന്ന് അടിച്ചു കൊടുത്താൽ മതി, ഇൻസ്റ്റയില് അദ്ദേഹത്തിന്റെ പേരിൽ എന്തും വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് അറിയാമോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പം ഇദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി അല്ലെന്നൊക്കെയാ പുള്ളി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ നന്ദൻ എന്ന് പറയുന്ന RSSന്റെ ഒരു നേതാവുണ്ട്, നന്ദകുമാർ എന്ന് പറയുന്ന ആള് മാങ്കൂട്ടത്തിന് മറുപടി പറയുന്ന ഒരു പ്രസംഗം ഞാൻ കേട്ടതാണ്. ഹെഡ്ഗേവാർ RSSകാരനാകുന്നതിന് മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ. അത് മോട്ടിലാൽ നെഹ്റു അദ്ദേഹം ജയിലിൽ കിടന്നതിന് ശേഷം ഇറങ്ങി വന്നപ്പോൾ അവിടെ അദ്ദേഹം നേരിട്ട് പോയി മാലയിട്ട് സ്വീകരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കോൺഗ്രസ്സുകാരൻ പോലും ആയിരുന്നു ഈ പറയുന്ന ഹെഡ്ഗേവാർ. അതിനുശേഷമാണ് പുള്ളി ഈ പറയുന്ന RSS ആയതിനു ശേഷം ഇദ്ദേഹം ഏറ്റെടുക്കുന്ന സമരത്തിനകത്ത് ഉപ്പു സത്യാഗ്രഹം ഉൾപ്പെടെയുള്ളതിനകത്ത് ഇവര് ഒന്നിച്ചു പോയിട്ടുള്ളതും കാര്യങ്ങളുള്ളൂ. അപ്പൊ ഇപ്പം ഈ വന്ന
ആ, രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് വിട്ടേരെ, അയാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, അയാൾ കോൺഗ്രസ്. ഈ പറയുന്ന ഇദ്ദേഹത്തിനൊക്കെ എഡ്ഗേവാറിന്റെ മൊത്ത ചരിത്രം അറിയാം. ഈ കഴിഞ്ഞ ദിവസം ചന്തി അടിച്ചു പൊട്ടിച്ച് ഈ സന്ദീപാരൊക്കെ പുള്ളി പറയുന്നത് RSSന്റെ അജണ്ടയിൽ ഇതൊന്നും ഇല്ല, ഇവർക്ക് RSS തോന്നുന്നു അറിയത്തില്ല, RSSനകത്ത് ഇപ്പൊ തന്തയ്ക്ക് പറഞ്ഞമാര് പാലക്കാട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആരണ്ടോ എന്ന് പറഞ്ഞാൽ ചെറുക്കാൻ നീ ഗൂഗിൾ എന്ന് പറയുന്ന സാധനം അതിനകത്ത് ചുമ്മാ ഹെഡ്ഗേവാർ എന്ന് അടിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ പേരുള്ള സ്ഥാപനങ്ങളും ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നു, ഇപ്പൊ ഇതിനെതിരെ ഇവിടെ സമരം നടക്കുക. സമരത്തെ പറ്റി വിഷയം, സമരം നടക്കുന്ന സമയത്ത് ഈ കോൺഗ്രസ്സുകാരെ, എനിക്ക് അവിടെ നിന്ന് ഈ ചില യൂത്ത് കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ ചില പരിചയങ്ങളൊക്കെ ഉണ്ട്, അവരാണ് തോന്നുന്നത് ഇയാള് വട്ടം ചുറ്റിയിട്ട് പോകാൻ നോക്കി പിടിച്ചങ്ങ് നിർത്തി. പടമൊക്കെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അകലേക്ക് ഇട്ടുതരാം. പിടിച്ചു നിർത്തിയിട്ട് പിടിച്ചിരുത്തി ഈ അവന്മാര് അടി ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലീസിനെ ഒന്നിച്ചടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം ആ പോലീസ് തിരിച്ചടിക്കുമെന്ന് പറയാം. അപ്പം ഈ ജലപീരങ്കി അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തു കളയാൻ വേണ്ടി ഈ തടസ്സം നമ്മളെ അറിയാമല്ലോ, ബ്ലോക്ക് ഒക്കെ എടുത്തു കളയാൻ വേണ്ടി അവർ തയ്യാറാവുകയും ജലപീരങ്കി പ്രയോഗിക്കുകയൊക്കെ ചെയ്തു. പോലീസ് അങ്ങോട്ട് അടി തുടങ്ങി, ഇയാൾ ഓടാൻ നോക്കി, കെട്ടിപ്പിടിച്ചൊക്കെ നിന്ന് 4 മണിക്കൂർ. യൂത്ത് കോൺഗ്രസ് ചേരിക്ക് കിട്ടി, പുറന്നെടുക്ക കിട്ടി, ചന്തിയൊക്കെ പൊള്ളിപ്പോയി. അപ്പൊ അങ്ങനെ ഇന്നലെ ആദ്യമായിട്ട് ഇതുവരെ BJPക്കകത്ത് നിന്നും അതുപോലെ ഇപ്പൊ അപ്പുറത്ത് ചാടിയ കോൺഗ്രസിനകത്ത് നിന്നും ഒന്നും സമരം എന്തോന്ന് പുള്ളിക്ക് അറിയത്തില്ല. കാരണം BJPക്കകത്തും ഓസ്റ്റിന് വന്ന് ആരാണ്ടരെയൊക്കെ താല്പര്യത്തിനനുസരിച്ച് നേതാവായ ആളാണ് പുള്ളി. ആദ്യമേ വന്നു, ഈ പറഞ്ഞതുപോലെ സ്വാധീനം, നല്ലപോലെ സംസാരിക്കാനുണ്ട്. ഇന്നലെ കണ്ടില്ലേ ആ മുസ്ലിം ലീഗിന്റെ IMU എന്ന് പറയുന്ന ആ പ്രസംഗത്തിനകത്തെ സംസാരം, എന്റെ പൊന്നെ, എന്തോ ഒരു പ്ലീസിങ് ആയിട്ടാ, ഇതുപോലൊക്കെ ചക്കരയായിട്ടൊക്കെ കാര്യം പറയാനൊക്കെ ആരും കൊതിച്ചു പോകുന്ന വർത്തമാനമാണ്. അപ്പൊ അതേ രീതിയിൽ ആരുടെയിലൊക്കെ മുമ്പിൽ ചെന്ന് നിന്ന് ചില നേതാക്കന്മാർ, മിക്കവാറുള്ള നേതാക്കന്മാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് പോയിട്ട് ഒക്കെ ചെയ്താൽ മതി. ഈ അറിഞ്ഞില്ലേ ഈ മുരളീധരൻ, ഇയാൾ അതിന് മിടുക്കനായി. ഈ മുരളീധരൻ ഇയാൾ വന്നപ്പോ പറഞ്ഞു ഇവനെയൊക്കെ എന്തിനാ ഇതിനകത്ത് കൊണ്ടുവരുന്നത്, കെ മുരളീധരൻ എന്തിനാ കൊണ്ടുവരുന്നത്, ഇതിനകത്തുള്ളവന് തന്നെ പണിയില്ലാതെ നിൽക്കുക, പിന്നെ ഉള്ള കണ്ടകടച്ചാണി എല്ലാം വിളിച്ച് ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നത് എന്തിനാന്ന് ചോദിച്ചു. മുരളീധരന് ഇഷ്ടമല്ലായിരുന്നു ഈ സന്ദീപ് വാര്യർ വന്നു. അപ്പൊ മുരളീധരനെ കണ്ടപ്പോ പറഞ്ഞു അയ്യോ അങ്ങേ കണ്ടാണ്ട് ഈ ചന്ദ്രനും കടലും ആനയുടെ ഒക്കെ കൂട്ടാ എത്ര കണ്ടാലും മതി വരത്തില്ല എന്നുള്ളത്. അപ്പം ഈ മുരളീധരന് പൊങ്ങച്ചക്കാരനാണല്ലോ, മുരളീധരന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും സന്ദീപ് വാര്യർക്കറിയാം ചന്ദ്രനെ കാണുന്ന പോലെ ഇരിക്കുക, സൂര്യനെ കാണുന്ന പോലെ ഇരിക്കുക, ആനയെ കാണുന്ന പോലെ ഇരിക്കുക, കടല് കാണുന്ന പോലെ ഇരിക്കുക, എത്ര കണ്ടാലും മതിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അദ്ദേഹം അങ്ങ് പൊങ്ങിച്ചേടാ, പിന്നെ പൊങ്ങിയിട്ട് ഇങ്ങനെ തന്നെത്താനെ നോക്കി, എന്നെ കണ്ട ആനയുടെ കൂട്ടിരിക്കുന്നു എന്നൊക്കെ മുരളീധരൻ നോക്കി കണ്ണാടിയിലൊക്കെ പോയി നോക്കിയിട്ട് പറഞ്ഞു ഇതുപോലൊരു നല്ല നേതാവില്ല, നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു നേതാവിനെയാണ് നമുക്ക് BJPക്കകത്ത് നിന്ന് കിട്ടിയ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞു പോകും. അപ്പൊ ഇയാൾക്ക് ഈ ഇയാൾക്ക് ആൾക്കാരെ കയ്യിലെടുക്കാൻ അറിയാം, ഏത് രീതിയിലും സോപ്പിട്ട് കാര്യം സാധിച്ച് പുള്ളിയുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് യൂത്ത് കോൺഗ്രസ് മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസം വിജയപ്പം ഞാൻ പറഞ്ഞു വന്നത് BJPക്കകത്ത് ഇത് തന്നെയായിരുന്നു, ഒരടിയും കൊണ്ടിട്ടില്ല, ഒരു കേസുകൾ ഈ പറയുന്നവരില്ല. കാരണം ആരെങ്കിലുമൊക്കെ നേതാക്കന്മാരുടെ പേര് ഉദ്ഘാടന സമയത്ത് വന്ന് നിന്നിട്ട് എഴുതി പോകുന്ന കേസുകളല്ല, തല്ലുകൊണ്ട കേസില്ല. ഇതിനകത്തും വന്ന് ഇതുപോലെ പുള്ളി KPCC പ്രസിഡന്റ് വരുവാ, അപ്പൊ അതിന്റെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അവരെല്ലാം വന്നിട്ട് ഇവിടെ പുള്ളി ലാടിച്ചങ്ങ് പോവാ. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഒരു പരിപാടിക്ക് പാലക്കാട്ട് വരിക, അല്ലെങ്കിൽ പുള്ളി അവരൊക്കെ വന്ന് പരിപാടി നടത്തുക, അവർക്ക് പണ്ട് ആവശ്യം പോലെ അടി കൊണ്ടിട്ടുള്ളവരാ, ഇതിനു വേണ്ടി പണി ചെയ്ത് വന്നിട്ടുള്ള, ഇപ്പോഴാണല്ലോ ഇപ്പോഴും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴാ കുറച്ച് കുറവുള്ളത്. അപ്പൊ ഇതിന്റെ കൂടെ പുള്ളി അങ്ങ് പോവാ. നോക്കുമ്പം പത്രത്തിൽ മൊത്തം സന്ദീപ് വാര്യർ, അടിയുള്ള മൊത്തം യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അവരിച്ച് ഇവനെ ഇനി വിറ്റിട്ട് കാര്യമില്ല, ഇവന് 2 അടി മേടിച്ചു. അപ്പൊ ഇന്നലെ എന്റെ അഖിലെ പെറ്റ തള്ള സഹിക്കത്തില്ല കേട്ടോ, അടി മേടിച്ച് വെളുത്ത ശരീരമാണെന്നല്ലോ, അടി ലാത്തി കൊണ്ടൊക്കെ ഉള്ള അടി പണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തൊരു ഇതാന്നറിയോ കൊണ്ടാ നമുക്ക്. പിന്നെ ഒരാഴ്ചത്തേക്ക് എണ്ണയൊക്കെ അതിന്റെ പുറത്തിട്ട് കൈകാര്യം ചെയ്തേ പോകാനൊക്കെ തുടങ്ങും. അപ്പൊ ഇതിന് കിട്ടിയിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്, അവര് പിടിച്ചു നിർത്തി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഈ സമമാധ്യമങ്ങളും ഒക്കെ വേറെ ആരും അല്ല, വേറെ പാർട്ടിക്കാർക്ക് ഇപ്പൊ ഇയാൾക്ക് 2 കിട്ടിയെന്ന കാര്യം സാധാരണ പാർട്ടിക്കാർക്ക് സമരത്തിനകത്ത് കിട്ടുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ വളരെ ന്യൂട്രൽ വേറെ അല്ലേ. ഇത് ഇയാളെ മുണ്ടുമൊക്കെ മേപ്പോട്ട് മടക്കി കുത്തി അല്ലെങ്കിൽ ചന്തിയൊക്കെ കാണത്തക്ക രീതിയിൽ തന്നെ ഈ ഫോട്ടോ ഇട്ടേക്കുന്നത്. ഞാൻ അത് നമുക്ക് ഇട്ടുതരാം, എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതേ രീതിയില് കെട്ടിപ്പിടിച്ച് നിർത്തിയിട്ട് ഒരാളിങ്ങനെ അടങ്കലി പിടിച്ചേക്കുവാ. അപ്പൊ അവൻ അടി കൊള്ളത്തില്ല, അടി കൊള്ളുന്ന ഈ പരിചയ പോലെ ഇയാളെ പിടിച്ചേക്കുവാ, പരിചയ പോലെ പിടിച്ചു നിർത്തി. ശരിക്കും ഭയങ്കര അതിചാർജായിരുന്നു, ശരിക്കും കിട്ടി. കാരണം ഒരു പോലീസുകാരൻ തളരുന്ന വരെ തല്ലിയെന്നാ എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഏതായാലും സമരത്തിന്റെ മറ്റൊരു മുഖം കൂടി നമ്മുടെ ബഹുമാന്യനായ സന്ദീപ് വാര്യർ സ്നേഹത്തിന്റെ കടയ്ക്കകത്ത് എന്ന് മേടിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് അത് ഇനിയും ഉണ്ടാകുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത്. സമരത്തിന് അകത്ത് ഇനിയും വന്നാൽ
ആ സമരത്തിന്റെ അവസാനം വരെ ബഹുമാന്യനായ സന്ദീപ് വാര്യരെ പങ്കെടുപ്പിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. അങ്ങനെ അദ്ദേഹത്തെ ഒരു നേതാവാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് അവർക്ക് താല്പര്യമാണ്. നല്ലതുപോലെ നമ്മൾ പറയത്തില്ലേ, നല്ല ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന പട്ടാളക്കാരില്ലേ നല്ലപോലെ ഇതാകുന്നത് എന്ന് പറഞ്ഞാൽ ഈ സമരത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ, ഉദ്ഘാടന സെക്ഷൻ തൊട്ട് ലാത്തി ചാർജ് വരെ ഉള്ള സെക്ഷനിൽ ഇനിയുള്ള സമരങ്ങൾ ഈ പറയുന്ന സന്ദീപ് വാര്യരെ പങ്കെടുപ്പിക്കും എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. അപ്പൊ അങ്ങനെ തന്നെ ഒരു നല്ല നേതാവായിട്ട് വരട്ടെ, നാളെക്കാലത്തെ MLA ഒക്കെ ആയിട്ട് വരട്ടെ, നമുക്ക് ആശംസിക്കാം. ഒരു ചെറുപ്പക്കാരന്റെ ആഗ്രഹമല്ലേ. അപ്പം ഇത്തരത്തിൽ ഉള്ള ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ആ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിനോട് എനിക്ക് വലിയ ബഹുമാനവും സ്നേഹവും ഉണ്ട്. നല്ല കേഡർമാരെ വാർത്തെടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അത് ഒരുപക്ഷെ ഈ സന്ദീപ് വാര്യർ കൂടി അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.